വീരശൂര പരാക്രമി ഭാസ്കര മഹാരാജ എഴുന്നള്ളുന്നേ. പ്രഭു, അങ്ങയെ മോങ്ങാണിക്കാൻ തൃക്കോണപ്പുരയിൽ നിന്നും അഭയാർത്ഥികൾ രാജകൊട്ടാരത്തിൽ കാത്തിരിപ്പുണ്ട്. ഓഹോ, എന്താണ് അവരുടെ ആഗമനോദ്ദേശം? അവരുടെ ഗ്രാമത്തിൽ കടുത്ത ജലക്ഷാമമാണ് പ്രഭു. അവരോട് ആഗതരാകാൻ പറയും. ആജ്ഞ പോലെ പ്രഭു. ഭാസ്കര മഹാരാജാവ് നീണാൽ വാഴട്ടെ. എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? പ്രഭു, ഞങ്ങളുടെ ഗ്രാമത്തിൽ അതികഠിനമായ ജലക്ഷാമമാണ്. സ്ത്രീകളും കുട്ടികളും ജലത്തിനു വേണ്ടി വലയുന്നു. എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഒരു ഇച്ചു ദാഹജലത്തിന് വേണ്ടി കേഴുകയാണ്. അങ്ങ് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും നാം ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ 4 ദിവസം കഴിഞ്ഞു വരിക. അങ്ങയുടെ ആജ്ഞ പോലെ. അങ്ങ് എന്താണ് ഗൂഢമായി ആലോചിക്കുന്നത്? നമ്മുടെ പ്രജകളെ കുറിച്ച് ഓർത്താണ് മന്ത്രി. എന്താണ് അവരുടെ പ്രശ്നം? ജലക്ഷാമം. നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം അതികഠിനമായ ജലക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ജലത്തിനു വേണ്ടി കേഴുകയാണ്. പ്രഭു, അങ്ങയെ മോങ്ങാണിക്കാൻ ചന്ദ്രപുര ഗ്രാമത്തിലെ അഭയാർത്ഥികൾ കൊട്ടാരത്തിൽ കാത്തുനിൽക്കുക. നമ്മുടെ അഭയാർത്ഥികൾക്ക് എന്ത് കാരണമുണ്ടെങ്കിലും നാം അവരെ വെറുതെ കൈവിടില്ല. അവരോട് ആഗതരാകാൻ പറയും. ആജ്ഞ പോലെ പ്രഭു. എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം? മഹാരാജാവേ, ഞങ്ങളുടെ നാട്ടിൽ ജലക്ഷാമം കഠിനമായിരിക്കുകയാണ്. കുട്ടികളും വൃദ്ധരും തളർന്നു വീണു തുടങ്ങിയിരിക്കുന്നു. ദാഹം മാറ്റാൻ അല്പം ജലം കിട്ടിയിട്ട് ഒരാഴ്ചയായി. ഇതിനെന്തെങ്കിലും പോംവഴി? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തായാലും നാം ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സമാധാനപരമായി പിരിഞ്ഞു പോവുക. എന്താണ് നിങ്ങൾ അവരുടെ ആഗ്രഹം? അങ്ങുന്നേ, ഞങ്ങൾക്ക് തിരുമനസിനെ ഒന്ന് മുഖം കാണിക്കണം. അയ്യോ, ഇപ്പോൾ അദ്ദേഹമാണ് കൃഷ്ണനായിരിക്കുകയാണല്ലോ. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പ്രശ്നം വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരമോ? എന്താണ് പ്രശ്നം? കുഞ്ഞുങ്ങൾക്കെല്ലാം ദാഹജലം കിട്ടിയിട്ട് ഒരാഴ്ചയിലധികമായി. ഓ, ജലക്ഷാമമാണല്ലേ? അതെ. ഞാൻ അദ്ദേഹത്തോട് വിവരം അറിയിച്ചു തരാം. പ്രഭു, അങ്ങയെ ബഹുമാനിക്കാൻ വൃത്തപുരിയിലെയും സമേതപുരിയിലെയും അഭയാർത്ഥികൾ കൊട്ടാരവാതിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം ജലക്ഷാമം തന്നെയാണോ? അതേ പ്രഭു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്കാവുന്നില്ലല്ലോ. ഏതായാലും അവരോട് വരാൻ പറയും. അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു. പ്രഭു, ഞങ്ങളുടെ രാജ്യത്ത് അതികഠിനമായ ജലക്ഷാമമാണ്. ഒരു തുള്ളി ദാഹജലം കിട്ടിയിട്ട് 2 ആഴ്ചയായി. ഇനിയും നമുക്ക് ഈ ദാഹം സഹിക്കാൻ വയ്യ. പ്രഭു, അത് കാരണം ഞങ്ങളുടെ രാജ്യത്ത് കൃഷി സമ്പത്തെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ജലക്ഷാമരുടെ പ്രശ്നത്തിന് അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അങ്ങ് എന്തെങ്കിലും ഇതിലൊരു പോംവഴി കണ്ടെത്തണം. നിങ്ങൾ എല്ലാവരും സമാധാനം പിരിഞ്ഞു പോകും. നാം ഉടൻ തന്നെ ഇതിനു വേണ്ട പരിഹാരമാർഗം ചെയ്യുന്നതായിരിക്കും. എന്താണ് മഹാരാജൻ അങ്ങ് ഇത്രയും ഗൂഢമായി ആലോചിക്കുന്നത്? നമ്മുടെ പ്രജകളെ കുറിച്ച് ഓർത്താണ് മന്ത്രി. വീണ്ടും അതേ ജലക്ഷാമം തന്നെയാണോ അതെ മഹാരാജൻ? അതെ. ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? മന്ത്രിക്ക് എന്തെങ്കിലും ആശയം? എനിക്കൊരു പോംവഴി തോന്നുന്നുണ്ട് മഹാരാജൻ. 4 ഗ്രാമത്തിലും ഒരേ പ്രശ്നം തന്നെ ആയതുകൊണ്ട് കിണർ കുഴിക്കുന്നതിന് സ്ഥലം നൽകാം. അങ്ങനെ നല്ലൊരു ആശയമാണത്. പക്ഷേ നമ്മൾ അഭയാർത്ഥികളെ ആരെയും ഒരു പക്ഷഭേദവും ഇല്ലാതെ വേണം ഭൂമി നൽകാൻ. അതിനുള്ള ഒരു മാർഗം തുല്യ ചുറ്റളവിൽ ഭൂമി നൽകിയാൽ മതിയാകും രാജൻ. അത് നല്ലൊരു ആശയമാണ്. ആരെവിടെ? നമ്മുടെ 4 അഭയാർത്ഥികൾക്കും തുല്യ ചുറ്റളവിൽ ഭൂമി നൽകാൻ ഉടൻ തന്നെ വിളംബരം ചെയ്യും. ഉത്തരവ് പോലെ മഹാരാജൻ. മഹാരാജാവ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിളംബരം എന്തെന്നാൽ ത്രികോണപുരിയിലെ ജനങ്ങൾക്ക് ത്രികോണാകൃതിയിലും ചതുരപുരിയിലെ ജനങ്ങൾക്ക് ചതുരാകൃതിയിലും സമചതുരപുരിയിലെ ജനങ്ങൾക്ക് സമചതുര ആകൃതിയിലും വൃത്തപുരിയിലെ ജനങ്ങൾക്ക് വൃത്താകൃതിയിലും തുല്യ ചുറ്റളവിൽ ഭൂമി കിണർ കുഴിക്കുവാൻ നൽകിയിരിക്കുന്നു.
4 ഗ്രാമക്കാരും 5 അടി താഴ്ത്തിയപ്പോഴേക്കും അവരുടെ കിണറുകളിൽ ജലം ലഭിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം വർഷകാലം വരവായി. കിണറുകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വീണ്ടും പ്രശ്നം, ആരുടെ കിണറ്റിലാണ് കൂടുതൽ ജലം? മഹാരാജൻ, ജനങ്ങൾ തമ്മിൽ തർക്കത്തിലാണ്. അവരുടെ പ്രശ്നം നാം പരിഹരിച്ചു കൊടുത്തതല്ലേ, പിന്നെന്താണ് വേറൊരു പ്രശ്നം? ആരുടെ കിണറ്റിലാണ് കൂടുതൽ ജലമെന്നാണ് ഇപ്പോൾ തർക്കം. മന്ത്രി, ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഗണിതജ്ഞനെ വിളിച്ച് പറഞ്ഞാൽ മതി മഹാരാജൻ, അതിനുള്ളൊരു മാർഗം കണ്ടുപിടിച്ചു തരും. ശരി, ഉടൻ തന്നെ അതിനുവേണ്ടി ഏർപ്പാടുകൾ ചെയ്യും. ശരി രാജൻ. നമ്മുടെ രാജ്യത്തെ ഒരു ഗണിതശാസ്ത്രജ്ഞൻ അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ആഗതനാകാൻ പറയും. അജ്ഞമാണ് മഹാരാജൻ. നമസ്കാരം പ്രഭു. അങ്ങ് 4 ഗ്രാമക്കാർക്കും തുല്യ ചുറ്റളവുള്ള ഭൂമിയല്ലേ കൊടുത്തത്? അതുപോലെ ഇവ 4 തുല്യ നീളമുള്ള കമ്പുകളാണ്. ഒന്ന് വളച്ച് ത്രികോണാകൃതിയിലും, രണ്ടാമത്തേത് വളച്ച് ചതുരാകൃതിയിലും, മൂന്നാമത്തേത് വളച്ച് സമചതുരാകൃതിയിലും, നാലാമത്തേത് വളച്ച് വൃത്താകൃതിയിലുമാക്കും. ഇതിൽ നിന്ന് നമുക്ക് വൃത്തത്തിനാണ് കൂടുതൽ പരപ്പളവ് എന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമാവുമല്ലോ. വൃത്തത്തിനാണ് പരപ്പളവ് കൂടുതലെങ്കിലും വൃത്തത്തിലാ ജലം കൊള്ളുന്നതെന്ന് എന്താണ് ഉറപ്പ്? അതിനായി അങ്ങേക്ക് ഞാൻ മറ്റൊരു പരീക്ഷണം കാണിക്കാം. ഇത് 4 അങ്ങ് നൽകിയ ഭൂമിയിൽ അവർ കുഴിച്ച കിണറിൻ്റെ ആകൃതിയിലുള്ള പാത്രങ്ങളാണ്. ഈ 4 പാത്രങ്ങളുടെയും പാദ ചുറ്റളവുകളും ഉയരവും തുല്യമാണ്. ഇതിൽ വൃത്താകൃതിയിലുള്ള പാത്രത്തിലാണ് കൂടുതൽ ഉള്ളളവ്. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ശരി, ഇതുകൊണ്ടെങ്ങനെ നാം കിണറ്റിലെ വെള്ളത്തിന്റെ കാര്യം പറയും? അതിനായി അങ്ങ് അടിയന് എന്തെങ്കിലും കുറച്ച് ധാന്യം നൽകുമോ? ആരെവിടെ ഇദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവരും. ഇതായിരിക്കുമല്ലോ ഇതിൻ്റെ ഉള്ളളവ്. അത് നാം അംഗീകരിച്ചിരിക്കുന്നു. പ്രഭു, ഞാൻ ഈ ധാന്യം സമചതുര സ്തംഭാകൃതിയിലുള്ള പാത്രത്തിൽ നിറയ്ക്കുന്നു. അപ്പോൾ ധാന്യം അധികം വരുന്നുണ്ടല്ലോ. അതുപോലെ മറ്റു പാത്രങ്ങളിലും നാം ധാന്യം നിറയ്ക്കുമ്പോൾ ധാന്യം മിച്ചം വരുന്നു. ഇതിൽ നിന്നും വൃത്താകൃതിയിലുള്ള പാത്രത്തിനാണ് കൂടുതൽ ഉള്ളളവ് എന്ന് മനസ്സിലാക്കാം. താങ്കളുടെ പരീക്ഷണത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. സമ്മാനമായി ഞാൻ ഈ നന്ദി പ്രഭു. സന്തോഷവാനാണല്ലോ മഹാരാജൻ. അതേ മന്ത്രി, വൃത്തത്തിലാണ് ഏറ്റവും കൂടുതൽ ജലം കൊള്ളുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങളെ അറിയിക്കണം. ആരെവിടെ? പ്രഭു, ഗണിതജ്ഞന്റെ പരീക്ഷണത്തിൽ നാം സംതൃപ്തനായിരിക്കുന്നു. ഒരേ ചുറ്റളവും ഉയരവുമുള്ള വിവിധ രൂപങ്ങളിൽ വൃത്തത്തിനാണ് ഏറ്റവും കൂടുതൽ പരപ്പളവെന്നും വൃത്താകൃതിയിൽ കിണർ കുഴിക്കണമെന്നും വേനൽക്കാലത്തെ ജലക്ഷാമം മാറ്റാൻ വൃത്താകൃതിയിൽ കിണർ കുഴിച്ച് അതിൽ അധികം ജലം സംഭരിക്കണമെന്നും ഞാൻ ഇതാ ഉത്തരവിടുന്നു. ആജ്ഞ പോലെ മഹാരാജൻ. പ്രകൃതി തന്നെ ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാവാം മരങ്ങളെല്ലാം വൃത്തസ്തംഭാകൃതിയിൽ വളരുന്നത്. പ്രകൃതി തരുന്ന ജലവും അമൂല്യമാണ്, പാഴാക്കാതെ സൂക്ഷിക്കുക.